Hello, welcome back to my second part of enrollment preparation. അപ്പോൾ ഞാൻ എൻ്റെ എൻറോൾമെൻറ്റ് പ്രിപ്പറേഷൻ വീഡിയോ ഒരു സിംഗിൾ വീഡിയോ ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് കേട്ടോ ആദ്യം വിചാരിച്ചത്. പക്ഷേ ഞാൻ ആദ്യത്തെ വീഡിയോ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പാർട്ട് ഫസ്റ്റും പാർട്ട് സെക്കൻഡും ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന്. ഇല്ലെങ്കിൽ കാണുന്ന നിങ്ങൾക്ക് കുറച്ച് ബോറടിക്കും. അപ്പോൾ ഒത്തിരി ലെങ്ത് വരുമ്പോഴത്തേക്കും കാണാൻ കുറച്ച് മടുപ്പ് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു രണ്ടായിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന്. അപ്പോൾ ആദ്യത്തെ വീഡിയോ നമ്മുടെ എൻറോൾമെൻറ്റിൻ്റെ 2 ദിവസം മുന്നേ ഞാൻ ചെയ്ത കുറച്ച് പ്രിപ്പറേഷൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ വരുന്നത് നമ്മുടെ എൻറോൾമെൻറ്റിൻ്റെ തൊട്ട് തലേ ദിവസത്തെ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആട്ടോ വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്നത് എൻ്റെ അമ്മയുടെ വീട്ടിലാണ്. അമ്മയുടെ വീട് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ വീട്ടിൽ വന്നിരിക്കുന്നത് മാമനോടും അതുപോലെ തന്നെ അമ്മയോടും ഒക്കെ നാളെ വരണം, എൻ്റെ എൻറോൾമെൻ്റ് ആണ് എന്ന് ക്ഷണിക്കാൻ വേണ്ടിയാണ്. കൂടാതെ തന്നെ എനിക്കെൻ്റെ അപ്പൂപ്പനോടും അമ്മാച്ചിയോടും എനിക്ക് നാളത്തെ കാര്യങ്ങൾ പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കണം, അവരുടെ ഒരു അനുഗ്രഹം മേടിക്കണം. അപ്പോൾ അവർ രണ്ടുപേരും മരിച്ചിട്ടിപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഒന്ന് കാര്യങ്ങൾ പറയണം. അതിനൊക്കെ കൂടെ വേണ്ടി ഞാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ വന്നപ്പോഴത്തേക്കും മാമൻ പുറത്തു പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനവിടെ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. ഞാനും താളും കൂടെ ആട്ടോ പോയത്. അപ്പം അമ്മയുണ്ടായിരുന്നു. അപ്പോൾ അമ്മയായിട്ട് കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നപ്പോൾ മാമൻ വന്നു. പിന്നെ മാമനുമായിട്ട് ഇങ്ങനെ ഇരുന്ന് കത്തി വെക്കുന്ന വീഡിയോകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. മാമന് ഞാനുമായിട്ട് ഭയങ്കര അടുപ്പം കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. അവരോടെല്ലാം യാത്ര പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ എനിക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരുന്ന വഴിയിൽ എനിക്ക് അതും മേടിക്കണമായിരുന്നു. അങ്ങനെ ആൻറ്റിയായിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് സംസാരിച്ചു. അപ്പോഴത്തേക്കും ആൻറ്റി തയ്ച്ചുകൊണ്ടിരുന്നാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നാളെ എൻ്റെ എൻറോൾമെൻ്റ് ആണ്. അപ്പോൾ അതിനു മുമ്പേ നമ്മൾ കുറച്ച് സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സെപ്പറേറ്റ് വീഡിയോ അല്ല, എൻ്റെ ഫസ്റ്റ് വീഡിയോയ്ക്ക് അത്യാവശ്യം ലെങ്ത് കൂടുതലാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന്, ഇല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഒരു ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇരുന്നത് കേട്ടോ. മുടി എനിക്കിപ്പോൾ ഏറ്റവും വിഷമം എന്താണെന്നറിയാവോ, എൻറോൾമെൻ്റ് ആയിട്ട് എൻ്റെ ഔട്ട്ഫിറ്റിൻ്റെ കാര്യത്തിലും അല്ലെങ്കിൽ എൻ്റെ മേക്കപ്പിൻ്റെ കാര്യത്തിലും ഒന്നുമല്ല എനിക്ക് വിഷമം. എനിക്ക് എൻ്റെ മുടിയുടെ കാര്യത്തിലാണ് ഗൈസ് വിഷമം. ഭയങ്കര വിഷമമാണ്. കാരണം അത്യാവശ്യം ലോങ് ഹെയർ ആയിരുന്നു. ഞാനത് എൻ്റെ ഒരു കയ്യിലിരിപ്പ് കൊണ്ട് കട്ട് ചെയ്ത് ഷോർട്ട് ഹെയർ ആക്കിയതാണ്. ഇതിലും ഷോർട്ടായിരുന്നു കേട്ടോ. അത് ഇത്രയും കണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഇപ്പോൾ വളർന്നു വന്നതാണ്. ഇപ്പോൾ ഇത്രയെങ്കിലും ഉണ്ട് ഭാഗ്യത്തിന്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം സാരിയൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും എനിക്കൊരു കോൺഫിഡൻസ് കുറവുണ്ട്. ബിക്കോസ് കുറച്ചുകൂടെ ഒരു ലോങ് ഹെയർ ആയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേനെ. ഓക്കെ, അപ്പം ഞാനിപ്പം തിരക്കുകളിലൊക്കെ ആയിരുന്നു, പുറത്തൊക്കെ പോയിട്ട് വന്നതാണ്. നമ്മുടെ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ, ഇനിയിപ്പം സ്കിൻ കെയർ ആണ്. ഇപ്പം തന്നെ സമയം 10 മണിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്കൊരു 2-3 സ്റ്റെപ്പ് സ്കിൻ കെയർ ഉണ്ട്. അപ്പം അതൊക്കെ നമുക്കൊന്ന് ചെയ്യാം. അത് കഴിയുമ്പോൾ നാളത്തേക്കുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് എടുത്ത് റെഡിയാക്കി വെച്ചിട്ട് വേണം കിടക്കാൻ. രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കണം. 4:30 അല്ലെങ്കിൽ ഒരു 4:45 ആകുമ്പോഴെങ്കിലും എനിക്ക് സാരി ഉടുത്ത് ഒരുങ്ങാൻ തുടങ്ങണം. അപ്പോൾ മേക്കപ്പിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് കിടക്കാം. ഓക്കെ, ഞാൻ ആദ്യം ഫേസ് ഒന്ന് നല്ല ഫേസ് വാഷ് ചെയ്ത് ക്ലീൻ ആക്കിയിട്ട് വരാം കേട്ടോ. അങ്ങനെ ഞാൻ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തു. ഹെയറൊക്കെ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് ഇങ്ങനെ ബാക്കിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഉരി പോരും. ഞാൻ പറഞ്ഞില്ലേ ഷോർട്ട് ഹെയർ ആയതുകൊണ്ട് ഇരിക്കില്ല. അപ്പോൾ ഇനി നമുക്ക് ഫേസ് പാക്ക് അപ്ലോഡ് ചെയ്യാന്ന് എന്തൊക്കെയാണ് ഞാൻ ഈ പറയുന്നത്. ഫേസ് പാക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന എൻ്റെ ആ ഒരു ആക്റ്റീവ് ലൈഫിൻ്റെ ഫേസ് പാക്ക് തന്നെയാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. നല്ല മിക്സ് ചെയ്യട്ടെ. മിക്സ് ചെയ്യാണ്. എനിക്ക് ഭയങ്കര റിസൾട്ടാണ് കേട്ടോ ഈ ഒരു ഫേസ് പാക്ക്. ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ തന്നെ കിട്ടുന്നുണ്ട്. ശരിക്കും ഇത് ഫേസിൽ മാത്രമല്ല നമ്മുടെ നെക്കിലും അപ്ലൈ ചെയ്യേണ്ടതാണ്. പക്ഷേ എനിക്കെന്താ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളിക്കുന്നതിന് മുമ്പാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ.
നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് ഓക്കെയാണ്. ബിക്കോസ് അത് കഴിയുമ്പോൾ നമ്മൾ ഫുൾ കുളിച്ച് ഫ്രഷ് ആവുമല്ലോ. ഇതെന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ നെക്കിലൊക്കെ ഇതാണ് എനിക്ക് ഏറ്റവും ഇറിറ്റേഷൻ. ഈ മുടിയിൽ ഇങ്ങനെ വരും കണ്ടോ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നെക്കിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വാഷ് ചെയ്യുമല്ലോ. വാഷ് ചെയ്യുമ്പോൾ ഇത് ഉടുപ്പിലൊക്കെ പറ്റും. അപ്പം എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇറിറ്റേഷനാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യും, നെക്ക് അപ്ലൈ ചെയ്യില്ല. പക്ഷെ അങ്ങനെ ചെയ്യരുത്, കാരണം ഫേസും നെക്കും കൂടെ 2 കളറിലിരിക്കും. അപ്പം അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. പക്ഷേ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും. നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ. നിങ്ങൾ ഫേസ് പാക്കൊക്കെ യൂസ് ചെയ്യുന്നവരൊരിക്കലും അങ്ങനെ ചെയ്യരുത്. ഈ ഫോണിൽ നോക്കി ഇടുന്നതുകൊണ്ടേ കറക്റ്റായോ എന്നറിയത്തില്ല. ഞാനൊന്ന് മിററിൽ നോക്കട്ടെ. ഓക്കെ ഗൈസ്, അങ്ങനെ ഓക്കെ ഗൈസ്, അപ്പം കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 20 മിനിറ്റ്സ് 15 to 20 മിനിറ്റ്സ് നമുക്കിതൊന്ന് ഹോൾഡ് ഓൺ ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് ഇത് കണ്ടോ, അവിടെ ഇവിടെയൊക്കെ മുടി ഇങ്ങനെ കിടക്കുന്നത് ഇങ്ങനെ കെട്ടി വെക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പരിപാടി നോക്കാം. ഓക്കെ, ഇനിയിപ്പോൾ എനിക്ക് ഒത്തിരി പരിപാടികളുണ്ട്. ഇത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു പീൽ ഓഫ് മാസ്ക് അപ്ലൈ ചെയ്യണം. പിന്നെ എനിക്ക് മൈലാഞ്ചി ഇടണം. ഒന്നുമില്ല, സിമ്പിളായിട്ട് ഞാൻ എല്ലാ പ്രാവശ്യവും ഇടുന്ന പോലെ തന്നെ മൈലാഞ്ചി ഇടണം, നെയിൽ പോളിഷ് ഇടണം. പിന്നെ നമുക്ക് നാളത്തെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കണം. അപ്പോൾ ഇതാദ്യം കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കട്ടെ. ഈ ഒരു പാക്ക് കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കട്ടെ, ഒന്ന് ഡ്രൈ ആയിട്ട് നമുക്ക് വാഷ് ചെയ്യാവേ. ഓക്കെ, അങ്ങനെ നമ്മുടെ ഫേസ് വാഷ് ചെയ്തു ഉണ്ടോ. പെട്ടെന്നൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫേസ് ജസ്റ്റ് ഒന്നെല്ലാം വെള്ളമൊക്കെ മൊത്തം ഒപ്പിക്കളയട്ടെ. അടുത്ത ഫേസ് മാസ്ക് യൂസ് ചെയ്യണം. അപ്പം അതിനു മുമ്പേ വെള്ളം ഉണ്ടാകാൻ പാടില്ല. അപ്പം ഞാൻ ഫുൾ വെള്ളവും ഇങ്ങനെ ഒപ്പി പിരികത്തിലൊക്കെ വെള്ളം ഇരിക്കും ഇവിടെയൊക്കെ. അപ്പം അത് മൊത്തം ഒന്ന് ഞാൻ തുടച്ച് കളയട്ടെ. എങ്ങനെയുണ്ട്, സെറ്റല്ലേ? അപ്പം ഇനി നമ്മുടെ ഫേസ് പാക്ക് ഫേസ് പാക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. എന്താ ഞാൻ ഈ അപ്ലോഡ് എന്ന് പറയുന്നത് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ അപ്ലൈ ചെയ്യട്ടെ. നല്ല രസമുണ്ട് കേട്ടോ, ഇഷ്ടപ്പെട്ടു. നമ്മുടെ പീൽ ഓഫ് മാസ്ക് ബ്രൈറ്റൻ ഗോൾഡ് ഗുഡ് വൈബ്സ്. ഞാൻ ഈ നോസിൻ്റെ 2 സൈഡിലും കുറച്ച് അധികം ഇട്ട് കൊടുക്കും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബ്ലാക്ക് ഹെഡ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ഒരു സ്ക്രബും കൂടെ ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചതാണ്, പക്ഷേ സമയമില്ല. 1 2 മറന്നുപോയി. അതാണ് മെയിൻ റീസൺ. ഞാനിതൊന്ന് മിററിൽ പോയി ഇടട്ടെ കേട്ടോ, അല്ലെങ്കിൽ സെറ്റ് ആകത്തില്ല, കാണുന്നില്ല എനിക്കൊന്നും. ഓക്കെ, അങ്ങനെ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പും കംപ്ലീറ്റ് ആയിട്ടുണ്ട് സ്കിൻ കെയർ റൂട്ടീൻ്റെ. ഇനിയിപ്പോൾ ഇതൊന്ന് ഡ്രൈ ആയിട്ട് നമുക്കിതും പീൽ ഓഫ് ചെയ്യണം. പീൽ ഓഫ് ചെയ്തിട്ട് നമ്മുടെ സ്കിൻ കെയർ റൂട്ടീൻ അതോടെ കംപ്ലീറ്റ് ചെയ്യാണ്. ഓൺലി സിംഗിൾ സ്റ്റെപ്സ്, 2 സ്റ്റെപ്പുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അയ്യോ, ഭയങ്കര ഒരു സമാധാനം. ഈ ഫേസ് പാക്കും ഫേസ് മാസ്കും എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഫേസ് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര റിലാക്സേഷനാണ്. സ്കിന്നിൻ്റെ പരിപാടികളെല്ലാം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒരു മോയ്സ്ചറൈസറും കൂടെ അപ്ലൈ ചെയ്തിട്ട് സ്കിൻ കെയർ റൂട്ടീൻ നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അങ്ങനെ എൻ്റെ മോയ്സ്ചറൈസർ ഞാൻ വാസലിൻ്റെ ഗ്ലൂട്ടാ ഹയ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്.
നല്ലതാണ്. കുറച്ച് ദിവസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ തരണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഈ ഗ്ലൂട്ടാഹൈയുടെ. പക്ഷേ ഒരു 1 മന്തെങ്കിലും ആവാതെ റിവ്യൂ ഞാൻ ഇടത്തില്ല. കുറച്ച് ദിവസമേ ആയുള്ളൂ. ഞാൻ ഓർത്തൊരു 1 മന്ത് കഴിയട്ടെ എന്നിട്ടൊരു റിവ്യൂ ഇടാമെന്ന്. ബിക്കോസ് ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു സ്മെല്ലാട്ടോ. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. ഓക്കെ, അങ്ങനെ സ്കിൻ കെയർ കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നെയിൽസാണ്. നെയിൽ പോളിഷ് ഓൾറെഡി എനിക്ക് കിടപ്പുണ്ട്. പിന്നെ ഞാൻ ഈ നെയിൽ പോളിഷ് റിമൂവർ ഒന്നും യൂസ് ചെയ്യത്തില്ല കേട്ടോ. റിമൂവേഴ്സ് ഒന്നും യൂസ് ചെയ്യത്തില്ല. ഞാൻ നെയിൽ പോളിഷ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പം ഈ കിടക്കുന്ന നെയിൽ പോളിഷിൻ്റെ പുറത്തോട്ടാണ് ഞാൻ നെയിൽ പോളിഷ് ഇടാൻ പോകുന്നത്. റിമൂവർ യൂസ് ചെയ്യാറില്ല. ഓക്കെ, അപ്പം നമുക്ക് നെയിൽ പോളിഷ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. നെയിൽ പോളിഷ് ഇടാം. ഈ 2 കളർ നെയിൽ പോളിഷാട്ടോ ഞാൻ എടുക്കുന്നത്. ഒരെണ്ണം ഗോൾഡനും ഒരെണ്ണം സിൽവറും. സെയിം ബ്രാൻഡിൻ്റെ തന്നെയാണ്. K10 Pro എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ്. അറിയില്ല, ഞാൻ ബ്രാൻഡ് ഒന്നും നോക്കിയല്ല കേട്ടോ നെയിൽ പോളിഷ് മേടിച്ചത്. ഇത് ഓർഡർ ചെയ്തതാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്നോ മീഷോയിൽ നിന്നോ എന്തോ ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഒരു പാക്കിൽ വന്ന 2 കളേഴ്സാണ്. ഗിൽറ്റിൻ്റെ നമ്മുടെ സിൽവറും അതുപോലെ തന്നെ ഗോൾഡും. അപ്ലൈ ചെയ്യാം. ഗൈസ്, നിങ്ങൾക്ക് തൽക്കാലം എൻ്റെ ഫേസ് കാണാൻ പറ്റില്ലായിരിക്കും. ആദ്യം തന്നെ ഞാൻ ഈ ടേബിളിൻ്റെ പുറത്ത് വെച്ചിട്ടാട്ടോ എപ്പോഴും. ഇപ്പം ഈ ടേബിൾ വന്നു കഴിഞ്ഞപ്പോൾ തൊട്ട് ഇതിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് ഞാൻ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഇത് ഞാൻ ഈ സിൽവർ കളറ് എൻ്റെ ഈ ഒരു റിംഗ് ഫിംഗറിൽ മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ നെയിൽ പോളിഷൊക്കെ അപ്ലൈ ചെയ്തു. അടുത്ത പരിപാടി മൈലാഞ്ചിയുടെ കേട്ടോ. മൈലാഞ്ചി എന്ന് പറയുന്നത് എനിക്ക് എവർടൈം ഫേവറേറ്റ് ആണ്. ഞാൻ കൊച്ചിലേ തൊട്ടേ എന്ത് ഫംഗ്ഷനും മൈലാഞ്ചി ഇടും. പക്ഷേ എനിക്ക് മൈലാഞ്ചി ഇടാൻ അറിയില്ല. ഞാനിങ്ങനെ മറ്റേ കുമ്പിളിടില്ലേ, അതുപോലെ ഇടും കേട്ടോ. കൈയുടെ നടുക്കും പിന്നെ നമ്മുടെ വിരലിൻ്റെ ചുറ്റുമായിട്ട് ഇങ്ങനെ ഇടും. എനിക്ക് അങ്ങനെ ഇട്ടാലും മതി. അതിടുന്നത് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആർക്കെങ്കിലുമൊക്കെ ഇട്ട് തരാൻ അറിയാവുന്നവർ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ അവരെ പിടിച്ചിരുത്തി ഇടിയിപ്പിക്കും കേട്ടോ. ഇപ്പോൾ സാരമില്ല, എനിക്കറിയില്ലല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ തന്നെ അങ്ങ് ഇടും. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ തന്നെ അങ്ങനെ അങ്ങ് ഇട്ടു. ഇപ്പം തന്നെ സമയം ഏകദേശം ഒരു 12 മണിയായിട്ടുണ്ട്. എനിക്ക് നാളെ രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കണം കേട്ടോ. 4:30-ക്ക് സാരി ഉടുപ്പിക്കാനായിട്ട് അപ്പുറത്തെ നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ ആൻറ്റി വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു 5:30 ആകുമ്പോഴത്തേക്കും ഇറങ്ങണം. അപ്പോൾ കുറേ പരിപാടികൾ ഇനിയും ബാക്കിയുണ്ട്. ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. പുറത്തൊക്കെ പോയിട്ട് വന്നതേ ഉള്ളായിരുന്നു. അപ്പോൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് ഞാൻ ഓരോന്നായിട്ട് തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഓരോ സാധനങ്ങളായിട്ട് എല്ലാം അടുക്കി റെഡിയാക്കി വെക്കണം നാളത്തേക്കുള്ളത്. ഈ മൈലാഞ്ചി അതിൻ്റെ ഇടയ്ക്ക് ഇട്ടിട്ട് അത് ഒന്ന് ഉണങ്ങുകയും വേണം. നെയിൽ പോളിഷും ഉണങ്ങിയിട്ടില്ല. അപ്പോൾ അത് പോകുമോ എന്നുള്ള ടെൻഷനിലാണ് ഞാൻ ഈ മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏകദേശം മൈലാഞ്ചി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു എൻ്റെ സ്ഥിരം ഉള്ള ഒരു ഡിസൈൻ തന്നെയാണ്. അത് തന്നെ ഞാൻ ഈ പ്രാവശ്യം എടുത്ത് പൂശിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഇത് തന്നെ എപ്പോഴും ഇങ്ങനെ റിപ്പീറ്റ്ലി ഇട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചു. നാളെ നമ്മുടെ എൻറോൾമെൻറ്റിന് വേണ്ടിയുള്ള എൻ്റെ മേക്കപ്പ് സാധനങ്ങളും അതുപോലെ തന്നെ കോട്ടും ബ്ലൗസും സ്റ്റിക്കറും മാലയും വാച്ചും എൻ്റെ വെറ്റ് ടിഷ്യൂവും പിന്നെ കോളർ ബാൻഡും എല്ലാ സാധനങ്ങളും ഞാൻ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചു. ചെരുപ്പും വെച്ചു. എല്ലാം ഞാൻ ബെഡിൽ തന്നെ അടുക്കി വെച്ചു കേട്ടോ. കാരണം ഇന്ന് ഞാൻ ഈ റൂമിലല്ല കിടക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ബെഡിൽ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കാമെന്ന്. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ സമയം 12:30 കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏകദേശം 12:30 കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ പോയി എന്തെങ്കിലും കഴിക്കട്ടെ, എന്നിട്ട് പോയി ഒന്ന് കിടന്ന് ഉറങ്ങട്ടെ കേട്ടോ. അപ്പോൾ എൻറോൾമെൻറ്റ് വീഡിയോ പുറകെ വരുന്നുണ്ട്. ടാറ്റാ ബൈ ബൈ, സീ യു.